വന്നിരിക്കുന്നത് ഫേമസ് കോട്ടയം കമ്പനിയുടെ മുന്നിലാണ്. ഞങ്ങൾ ഇതിൽ കൂടെ വന്നപ്പോൾ ഞങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ എന്താണ് ഈ ഹൈപ്പ് എന്നൊന്ന് അറിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം 3 o'clock ആയിരുന്നു. എന്നിട്ടും ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അകത്ത് കയറി നമുക്കിനിയും ബാക്കി ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ സ്പെഷ്യലും എന്താണ് ഈ ഹൈപ്പ് എന്നൊന്ന് നോക്കാം. ഓക്കെ, ഞങ്ങളിവിടെ 2 വിശിഷ്ട അതിഥികളുണ്ട്, കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ വിശിഷ്ടാതിഥികൾ, മമ്മിയും ഡാഡിയും. മമ്മി ഹായ് പറയണ്ടേ? സോ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ സ്റ്റാർട്ടേഴ്സ് എത്തിയിരിക്കുകയാണ്. ഇത് ഇവരുടെ ഫേമസ് ഡൈനമൈറ്റ് ഷ്രിംപ്. ഈ ഐറ്റം കാരണമാണ് ഇവർ ഫേമസ് ആയത്. ഈ ഐറ്റമാണ് ഇവരുടെ ഭയങ്കര ട്രെൻഡിങ്. എല്ലാവരും ഇത് കഴിക്കാൻ ഇവിടെ വരുന്നത്. ഡൈനമൈറ്റ് ഷ്രിംപ് ഒക്കെ ഫസ്റ്റ് ഇവിടെ നാട്ടിൽ വന്നു തുടങ്ങി ഇവരുടെ ഡൈനമൈറ്റ് ഷ്രിംപാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നല്ല ഫ്ലേവർഫുള്ളാണ്. ചെറിയ ഷ്രിമ്പാട്ടോ, നമ്മൾ സാധാരണ കിട്ടുന്ന കുറച്ച് വലിയ ചെറിയ ഷ്രിമ്പാണ്. പിന്നെ നല്ല ക്രിസ്പിയാണ്, നല്ല സോസും പറഞ്ഞിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്, അടിപൊളി. ഡാഡി മമ്മി ടേസ്റ്റ് ചെയ്തോക്കി. മമ്മി നമ്മുടെ ഇന്നത്തെ VIP ഗസ്റ്റ്സ് ആണ്. ആണോ? കൊള്ളാലേ. മറ്റേ നോക്കി പൊട്ടറ്റോ വെഡ്ജസ്. ഇവരുടെ ക്ലാസിക് മെനു ഐറ്റം ആട്ടോ ഈ ഡൈനമൈറ്റ് ഷ്രിംപ്. എന്തായാലും ഇത് കൊള്ളാം, ഇത് കലക്കി. ഇനി നമുക്ക് വെഡ്ജസ് നോർമൽ, അതിന് പ്രത്യേകിച്ച് ഒന്നും നോക്കാനൊന്നുമില്ല. എല്ലായിടത്തും വെഡ്ജസ് വലിയ. അവർക്ക് ടാർട്ടാർ സോസ് ഉണ്ട്. നല്ലതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റാർട്ടേഴ്സ് ഒക്കെ ഞങ്ങൾ കഴിക്കട്ടെ. ഇനി മെയിൻ ഐറ്റം വരുമ്പോൾ കാണിക്കാം. ഇതെന്താ ഐറ്റം? റോൾ, ചില്ലി ചിക്കൻ റോൾ, ചിക്കൻ പൊതി. ഓക്കെ, സോ നമ്മുടെ മെയിൻ ഐറ്റംസ് എല്ലാം വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ ഗീ റൈസും മീൻ മാങ്ങ കറിയാണ്. സോ എല്ലാം ഒഴിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. ടേസ്റ്റ് നോക്കട്ടെ. ഗീ റൈസും മീൻ മാങ്ങ കറി നല്ല ന്യൂട്രൽസ് ഉണ്ട്. ഇതാണ് ഉപ്പും എല്ലാം നല്ല കറക്റ്റാണ്. സംഭവം കലക്കി. നല്ല ലുക്കുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത് പൊറോട്ട ചിക്കൻ പൊതിയാണ്. നോക്കുന്നത് ടേസ്റ്റ് എങ്ങനെ ഇരിക്കുന്നു. ഇത് പൊറോട്ട ചിക്കൻ പൊതി. ഞാൻ കോട്ടയത്ത് നിന്ന് ആദ്യമായിട്ടാണ് പൊറോട്ട ചിക്കൻ പൊതി കഴിക്കുന്നത്. ഐ വിൽ ലെറ്റ് യു നോ ജസ്റ്റ് നൗ ഹൗ ഇറ്റ് ഫീൽസ് ഓർ ടേസ്റ്റ്. വെരി ഡെലിഷ്യസ്, ടേസ്റ്റി ഫുഡ്. നോട്ട് വെരി സ്പൈസി. അതിൻ്റെ സ്പൈസിങ് എല്ലാം വളരെ മീഡിയം റേഞ്ചിൽ എല്ലാം ഒത്തിട്ടുണ്ട്. നല്ലത്, നല്ല ഫുഡ്. ഐ റെക്കമെൻഡ് ദിസ് ഫുഡ് ഹൈലി. ചിക്കൻ പൊറോട്ട പൊതി ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഡാഡിയെ പോലെ നല്ലട്ടോ. അടിപൊളിയാ. എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നൈസ്. അധികം സ്പൈസി അല്ല, എനിക്ക് സ്പൈസി പറ്റിയിട്ടുണ്ടോ. അടിപൊളി, നൈസ്. നല്ല എല്ലാം നല്ല കറക്റ്റാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐറ്റം. ഇത് നമ്മുടെ ചില്ലി ചിക്കൻ റോളാണ്. ചില്ലി ചിക്കൻ റോൾ. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ലാസ്റ്റ് മെയിൻ ഐറ്റം. എനിക്കിതാ കുറച്ചുകൂടി ഇഷ്ടമായി. ഇത് പിന്നെ നമ്മുടെ ഒരു ടേസ്റ്റ് ആണ്. ചില്ലി ചിക്കൻ നൈസ്, എല്ലാം കൊള്ളാം.
ഇത് ചില്ലി ചിക്കൻ ടൈപ്പാണ്. ചില്ലി ചിക്കൻ, അതിന്റെ പേരേ ചില്ലി ചിക്കൻ റോൾ എന്നാണ്. അടിപൊളി. പക്ഷേ ഇച്ചിരി എരിയുണ്ട് അല്ലേ പൊടിക്ക്? കുഴപ്പമില്ല. ഇപ്പൊ എനിക്കൊരു പൊടി എരി വരുന്നുണ്ട്. നോർമൽ ഏരിയയാണ്. ആ പക്ഷെ നൈസാണ്. നൈസായിട്ട്. ഇതാ ഒരാളൊരു വികാരം ഇല്ലാണ്ട് എപ്പോൾ കഴിക്കാൻ പെർമിഷൻ കിട്ടുന്നാലും ചിരിക്കും. നല്ല അടിപൊളി ഫുഡ്, കൊള്ളാം. എല്ലാവരും വന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാം. പൊതുവെ പറഞ്ഞാൽ നല്ല ഫുഡ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും വളരെ ഹെൽത്തി ഫുഡാണ്. ഓയിലി അല്ല, സോൾട്ടി അല്ല, വളരെ ഹെൽത്തി ഫുഡ്. നല്ല കട, അൺബിലീവബിളി ക്രൗഡഡ്. ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അങ്ങനെ അത് വരാൻ കാരണം നല്ല ഫുഡ് ആയതുകൊണ്ടായിരിക്കണം. തീർച്ചയായിട്ടും എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഫുഡ്. ഞാൻ എല്ലാവരും എൻകറേജ് ചെയ്യുന്നു, അറ്റ്ലീസ്റ്റ് ട്രൈ വൺസ് ദിസ് ഫുഡ്. എല്ലാം ഉണ്ട് കേട്ടോ. നാടൻ ഡിഷസും ഉണ്ട്, നമ്മുടെ വെസ്റ്റേൺ ഡിഷസും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനെ കൊണ്ടുള്ള എല്ലാ ഏജ് ഗ്രൂപ്പ് ആൾക്കാർക്കും വരാം. നമ്മുടെ പാലപ്പം തൊട്ട് എല്ലാ നാടൻ ഫിഷ് കറി തൊട്ട് ബർഗർ, പിസ്സ എല്ലാം ഉണ്ട്. ഇപ്പൊ ഇവിടുത്തെ തിരക്കൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. പതുക്കെ എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ഒരു ചെറിയ ഫോട്ടോ ഏറിയ ഉണ്ട് കേട്ടോ കാണിച്ചത്. ഇവിടെ നല്ല ഭംഗിയാണ്, നല്ല ഫോട്ടോ. പക്ഷെ ഇവർക്കൊരു കോട്ടയം കമ്പനി എഴുതി വെക്കായിരുന്നു ഇവിടെ. എന്നാലേ അവരുടെ പ്രമോഷൻ നടക്കുമല്ലോ. ഫോട്ടോയ്ക്ക് നല്ല ഭംഗിയാവും. നൈറ്റിൽ ഇവർ ലൈറ്റ് ഒക്കെ ഇടും കേട്ടോ, അപ്പോൾ കുറച്ചുകൂടി ഇതുണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ കോട്ടയം കമ്പനി വിശേഷങ്ങൾ. ഫുഡൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. നല്ല ഫുഡാണ്. അപ്പോൾ ലൊക്കേഷൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഞങ്ങൾ ടാഗ് ചെയ്യാം ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ ഞങ്ങൾ അടിയിൽ വെക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല അടിപൊളി ഫുഡാണ്. അവരുടെ ഡൈനമേഷൻ അടിപൊളി കേട്ടോ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതെ. പിന്നെ ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എല്ലാം ഇവിടെ കിട്ടും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എന്താണെങ്കിൽ വരികയാണെങ്കിൽ ഈ 4 മണിക്ക് വരണം, ഇല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷേ ഉച്ചക്കത്തെ ബിരിയാണി ഐറ്റംസ് ഒക്കെ തീർന്നു പോയി. ഞങ്ങൾ വന്നപ്പം ബിരിയാണി തീർന്നുപോയി, ഫ്രൈസ് തീർന്നുപോയി, എങ്ങനെ എല്ലാം തീർന്നുപോയി. അതെ. ഒരു 1:32 ആകുമ്പോൾ എല്ലാം തീരുമെന്ന് തോന്നുന്നു. ഇവരാകെ ഒരു 40 ബിരിയാണീസ് ഒരു ഡേ ഉണ്ടാക്കത്തുള്ളൂ. 40-50 കറക്റ്റ് അറിയില്ല, അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് ബിരിയാണി ഒക്കെ വേണമെങ്കിൽ നേരത്തെ വരണം കേട്ടോ. അപ്പോൾ അതാണ് കോട്ടയം കമ്പനി വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി. ബൈ.